കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ രാവിലത്തെ സ്പെഷ്യൽ പറയാണ്ട്. അപ്പം ഇന്ന് രാവിലത്തെ എൻ്റെ സ്പെഷ്യലാണ് വെളുത്തുള്ളി ചട്നിയും സവാള ചമ്മന്തി കേട്ടോ. പിന്നെ നമ്മൾ തട്ടിക്കുട്ടി ദോശയാണ് കേട്ടോ. ഗാർലിക് ചമ്മന്തി ചട്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലിട്ടിട്ട് നമ്മൾ അരയ്ക്കണം കേട്ടോ. നമ്മൾ സാധാരണ ചട്നി കടുക് താളിക്കുന്ന പോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് കടുക് താളിക്കുക. ചൂടാക്കൊന്നും വേണ്ട കേട്ടോ. ആ വെളിച്ചെണ്ണ കടുക് താളിക്കുന്ന ആ ചൂടുകൊണ്ട് നമുക്കിത് ചട്നി ഒന്ന് ചൂടായി കിട്ടും. നല്ല സൂപ്പർ ചട്നിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയുള്ളൂ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് 3 ചേർക്കാം കേട്ടോ. ഈ ചട്നി തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കണം. പിന്നെ ഇത് നമ്മുടെ സവാള ചമ്മന്തി കേട്ടോ. ഇനി നമ്മൾ എന്താണ് തട്ടുകട കുട്ടി ദോശ, തട്ടിക്കുട്ടി ദോശ കേട്ടോ. തട്ടിക്കുട്ടി ദോശ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കാലത്ത് വിഭവം. 2 കഴിക്കാം. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവം. ചട്നി നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ. നല്ല സൂപ്പറായിരിക്കും ചട്നി കേട്ടോ. ഞാനിന്ന് രാവിലെ ദോശ കഴിക്കട്ടെ കേട്ടോ. നിങ്ങളൊക്കെ ചായ കുടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭക്ഷണം കഴിച്ചിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ കുട്ടി ദോശ ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പച്ചരിയും 2 ഗ്ലാസ് പച്ചരി, അതിൽ കുറച്ച് ഉലുവിടുക, കുറച്ച് ചോറ് നമ്മൾ അരയ്ക്കുക. ഉഴുന്ന് 1/2 ഗ്ലാസ് മതി കേട്ടോ. അതിൽ ഒരു ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉണക്കല്ലരി ആകുമ്പോൾ നമുക്ക് ഈ കളർ ഇങ്ങനെ കിട്ടും കേട്ടോ. നല്ലൊരു കളറായിട്ട് കിട്ടും, ഷെയ്ഡ് പോലെ. അപ്പോൾ നമുക്ക് ചായ കൂടി ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. ചായ കുടിക്കാം. ഓക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ എൻ്റെ സ്പെഷ്യല്. കുറച്ച് തിരക്കിൽ പെട്ടിട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ടത് വീഡിയോ ഞാൻ രാവിലത്തെ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ കേട്ടോ. ഞാനിത് കഴിക്കട്ടെ കേട്ടോ. 2 ദോശ കഴിച്ചാൽ വേണ്ടത്. ഇതാണ് നമ്മുടെ തട്ടിൽ കുട്ടി ദോശ. ഞാൻ ദോശ കഴിക്കട്ടെ കേട്ടോ. നമുക്ക് രാവിലെ ഒരു ചെറിയ ഭക്ഷണം എപ്പോഴും കഴിക്കണ്ടേ. കാലത്തും വൈകിട്ട് അരി ഭക്ഷണം കഴിക്കാതെ വളരെയധികം നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ശരീരവേദനയ്ക്കൊന്നും കുറവ് കാണാനില്ല. ശരീരവേദനയ്ക്കൊന്നും മാത്രമല്ല, വണ്ണം ഒന്നും ഒതുങ്ങണില്ല. കാലുവേദന കണ്ടമാനായിട്ട് വരണം. അത് ഇന്നലെ ഇവിടെ പണി നടന്ന് ചെയ്തപ്പോഴേ കുറേ നേരം നിന്നില്ലേ, അത് പറ്റിയോ. നല്ല രസമുണ്ട് കേട്ടോ. ഗാർലിക് ചട്നി ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. അത് ഈ ചുവന്ന ചമ്മന്തി കൂടി കഴിച്ചാലേ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണം അതേ രുചി നമുക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ ഉണ്ടാക്കി നോക്കിയോ. ഈ ഗാർലിക് ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു ചിലവ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള കുറച്ച് പണികൾ കിട്ടിയില്ലേ. കറികളൊക്കെ ഇരിക്കുന്നുണ്ട്, മീൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ പച്ചക്കറി ഉപ്പേരി എന്തെങ്കിലും വയ്ക്കണം. കണ്ടകായിനെ ഞാൻ എടുത്ത് വെച്ചതാണ് വയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഉപ്പേരി വെച്ചിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് മെഷീൻ അടിക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.